ഇത് ഞാനിന്ന് ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിത് ക്ലീൻ ചെയ്ത് വെച്ചേക്കുവാണ്. ഒരു 1/2 കിലോ ചെമ്മീനുണ്ട്. അതിന് നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ സാധനങ്ങൾ നടും ഇങ്ങനെ വരഞ്ഞിട്ട് ഇതേ കണ്ട നടുവ് വരഞ്ഞ ഒരു കറുത്ത സാധനം ഉണ്ടാവും, അത് കളയണം. ചെമ്മീൻ ക്ലീൻ ചെയ്തിട്ടാണ് എനിക്ക് ഓർഡർ ചെയ്താണ് ഞാൻ. അപ്പോൾ വരാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ്, കൊണ്ടു തന്നതാണ്. അപ്പോൾ അവർ ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാനാണ് ഇപ്പോൾ ക്ലീൻ ചെയ്തത് കേട്ടോ. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് വെച്ച ഇതാണ്. ഇതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് മുളക് പൊടി, ഇനി പച്ചമുളക് ഇടുന്നുണ്ട്, അതുകൊണ്ട് മുളക് പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് അത് നമ്മൾ നന്നായി വേവിച്ച് അത്യാവശ്യം വേവിച്ച് വയ്ക്കുക. പിന്നെ ഇതിലേക്ക് ഇടാനാണ് അണ്ടിപ്പരിപ്പുണ്ട്, കിസ്മിസ് ഉണ്ട്, പിന്നെ ഞാൻ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി 3 ചതച്ച് വെച്ചതാണിത്. ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ സവാള ഒരു 3 എണ്ണം മീഡിയം സൈസ് 3 എണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മസാല അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പൊടികൾ ഗരം മസാല, ഇത് ഗരം മസാലയാണ്. ഇതെന്നൊക്കെ നമ്മൾ അതിൽ ഇടുന്ന ചെറിയ സ്പൂണിന് 1 സ്പൂണാണ് ഇടാൻ പോകുന്നത്. പിന്നെ ഇത് കുരുമുളക് പൊടി, ഇത് പെരുംജീരകപ്പൊടി, പിന്നെ ഇത് എന്താണ് പറയുക, ജീരകപ്പൊടി. അതൊന്ന് ബ്രൗൺ നിറായിട്ട് വരട്ടെ. സവാള വറുത്ത് കോരി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇതിൽ പട്ട, ഗ്രാമ്പു, പെരുംജീരകം ഉണ്ട്. പെരുംജീരകം ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ തക്കോല ഉണ്ടെങ്കിൽ തക്കോല ഇടാം. ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഏലക്കായ ഇട്ടിട്ടുണ്ട് കേട്ടോ. തക്കോലം ഉണ്ട്, പക്ഷേ ഞാൻ തിരഞ്ഞെടുക്കേണ്ടതിന് ഇട്ടിട്ടില്ല. ഇട്ടാൽ നല്ലതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഒന്ന് മൂത്താൽ മതി, അല്ലാതെ ഒന്നും മൂക്കണ്ട, ബ്രൗൺ കളറൊന്നും ആവണ്ട. ഒക്കെ കൂടി ഒന്ന് മൂത്ത് വന്നാൽ നമുക്ക് ഇടാനുള്ളത് ഇനി ടൊമാറ്റോ ചേർക്കാം. ടൊമാറ്റോ ആഡ് ചെയ്തു. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ല, അതിന് പകരം ഞാൻ ആഫ്രിക്കൻ മല്ലിയാണ് എടുത്തത്. ആഫ്രിക്കൻ മല്ലി അതാണ് എടുത്തത്. 2 പുതിന എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഈ സമയത്ത് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം കേട്ടോ. ഇത്തിരി മസാലയുടെ കുത്തധികം വേണ്ട. അപ്പോൾ ചെമ്മീൻ്റെ മസാലയുടെ കുത്തധികം വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ചെമ്മീൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ. മസാല ഞാൻ അരച്ച് വെച്ചത് കുറച്ചിട്ടു. പിന്നെ ഇത്തിരി കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടി ഇട്ടു. പിന്നെ എനിക്ക് ഗരം മസാല ഇതേമാതിരി തന്നെ കുറച്ച് ഇടണം. പിന്നെ പെരുംജീരകപ്പൊടി ഇടണം. ഇതാ പൊടികളെല്ലാം ഇട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിന് ഒഴിവില്ലാത്തായിരുന്നു കേട്ടോ ഞാൻ കാണിക്കാതിരുന്നത്. പെരുംജീരകപ്പൊടി, ജീരകപ്പൊടി, പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാം കുറേശ്ശേ ഇട്ടിട്ടുള്ളൂ. കാരണം ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിലേ കുത്തെടുക്കും. അപ്പം അതിൻ്റെ ടേസ്റ്റ് പോകും. മല്ലിപ്പൊടി ചേർത്തിട്ടാണ് ഞാൻ ഈ മസാല തയ്യാറാക്കി. അതുകൊണ്ട് മല്ലിപ്പൊടി വേറെ ഇടുന്നില്ല, അതിലുണ്ട്. ഇതൊന്ന് നന്നായി വഴഞ്ഞു വന്നു കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് അടുത്ത പരിപാടി. അപ്പോൾ ഇതിന് കുറച്ച് ഞാൻ സവാളയും കൂടി എടുത്തിടുന്നുണ്ട് കേട്ടോ. ഇതിന് കുറച്ച് സവാള നമുക്കിടാം. ഇതിൽ ബാക്കി സവാള നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണം. പിന്നെ ചോറിലിടാൻ വേണം, എത്രയും വേണം. അപ്പോൾ ഇതിലിട്ടു. ഇത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ചെമ്മീൻ വെന്തിരിക്കുകയാണ്. ഈ ചെമ്മീൻ ഇതിലേക്ക് ഇടാം.
ഒന്ന് നന്നായിട്ട് മൂത്ത മണം വരണം, എണ്ണ തെളിഞ്ഞ് വരട്ടെ. അപ്പം നമുക്ക് അടുത്ത പരിപാടി നോക്കാം കേട്ടോ. എണ്ണ തെളിഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ ചെമ്മീൻ ഇടാം. അടിപൊളിയാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളി ടേസ്റ്റായിരിക്കും. പിന്നെ നിങ്ങളെപ്പോഴും ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാൽ മതി, ചിക്കൻ ബിരിയാണി വേണ്ട 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 എന്ന് പറയും, അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഇതൊന്ന് 2-3 മിനിറ്റ് ഇങ്ങോട്ട് ഇളക്കുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ ഇത് നന്നായി ഒന്ന് ആവും. അപ്പോൾ ഇതൊന്ന് 5 മിനിറ്റ് വെന്താൽ മതി. പിന്നെ നമുക്ക് ചോറ് ഞാൻ കൈമ റൈസാണ് എടുത്തത് കേട്ടോ. 6 മണിക്ക് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു. കുറച്ച് ഉപ്പ് ഇട്ടിട്ട്, ഇതിൽ ഉപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഉപ്പിട്ടില്ല കേട്ടോ, ഉപ്പിട്ടെ. ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. ഉപ്പ് ആവശ്യത്തിലിടാം, ഇതാ വീഴാത്ത ഉപ്പിട്ടു കേട്ടോ. വേണമെങ്കിൽ ഇത്തിരി പഞ്ചസാരയും കൂടി ഇടാം. ഞാൻ ഇടുന്നുണ്ട്, പഞ്ചസാര ഇടുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇടാം കേട്ടോ. ഇതൊരു മധുരം, ചെറിയൊരു മധുരം ഉണ്ടാകുമ്പോൾ ചെമ്മീൻ തന്നെ ഒരു മധുരം ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ഒരു 5 മിനിറ്റ് വേവട്ടെ കേട്ടോ. വെന്തതാണ്, എന്നാലും ഇതിൽ കിടന്നിട്ടൊന്ന് മെൽറ്റായി നന്നായിട്ടൊന്ന് വേവട്ടെ. അപ്പം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ചോറ് ഞാൻ പറഞ്ഞുതരാം. ചോറ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ഇതിൻ്റെ അടിയിലുണ്ട് ഇത്തിരി ഗ്രാമ്പൂണ്ട്, പട്ടയുണ്ട്, തക്കോല ഇതിലാണ് ഇട്ടത്. തക്കോലുണ്ട്, പിന്നെ അങ്ങനെയുള്ള ഏലക്കായുണ്ട്. അത്രയും സാധനങ്ങളുണ്ട്. ഒരു ഈച്ച ഇവിടുന്ന് വന്നേ. അപ്പോൾ അത്രയും സാധനങ്ങളായിട്ട് ഞാനിത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അതിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ ദമ്മിടുക, ഒരു 15 മിനിറ്റ് ദമ്മിടുക. ഇനി നമുക്ക് അടുത്ത പരിപാടി കേട്ടോ. ഇനി ഞാൻ ഇത് ചോറിടാൻ പോവാണ്. ഇത് ചെമ്മീനൊക്കെ നല്ലോണം വെന്ത് റെഡി ആയിട്ടുണ്ട്, ഉണ്ടല്ലോ. നല്ലോണം വെന്ത് റെഡിയായി. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഈ ചോറ് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പോവാണ്. നമ്മൾ ഈ ഒരു പാത്രത്തിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ, പിന്നെ ചോറ് വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക, വറ്റിച്ചെടുക്കാം. ഞാനത് വറ്റിച്ചതല്ല, വാർത്തെടുത്തതാണ്. വറ്റിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇത്തിരി ഇതൊന്ന് പിന്നെ നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഇത്തിരി ഇതിങ്ങനെ ഇത്തിരി സവാള അങ്ങനെ ഇട്ട് കൊടുക്കുക, വറുത്ത് വെച്ചത്. വീണ്ടും നമ്മൾ ചോറിടുന്നു. പറഞ്ഞുതരാട്ടോ ഞാൻ എങ്ങനെയാണെന്ന്, ഇട്ട് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഞാൻ ഇത് ഒക്കെ ഇട്ട് കഴിഞ്ഞ് എല്ലാം സെറ്റാക്കി കഴിഞ്ഞു കേട്ടോ. ഇതിൽ ഇനിയൊന്നും പരിപാടിയൊന്നുമില്ല. ഇത് ദമ്മിടാനേ ഉള്ളൂ. ദമ്മിടാൻ ഞാൻ ദോശക്കല്ലുണ്ട്, നല്ല ഇരുമ്പിൻ്റെ ദോശക്കല്ലുണ്ട്. കുറച്ച് ഞാനിതിടാൻ മറന്നു. ഇത് ഇത്തിരി പുതിനയുടെ ഇലയുണ്ട്, പിന്നെ ആഫ്രിക്കൻ മല്ലിയുടെ ഇലയുണ്ട്. അത് 2 കൂടി ഇട്ടിട്ടുണ്ട്. അത് എല്ലാം പോട്ടെ. മല്ലിയില ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷെ കൊണ്ടുവന്നിട്ടില്ല. ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തുള്ളൂ. വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇടാം. അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം ഇതിനകത്തിടാം. ഇതെല്ലാം ഞാൻ ഇട്ടിട്ട് കേട്ടോ. കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ടു. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം.
അടച്ചു വെച്ചു. ഇനി ഇത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ അതാ ഞാനിതാ തുറക്കാൻ പോവാം കേട്ടോ. ഇത് തുറന്നു. ഇത് ഞാൻ ഇത്തിരി ഗീ ഇട്ടിട്ടില്ല, ഗീ ഇടാൻ പോവാണ്. ഗീ ഇട്ടു. നമുക്ക് ചുറ്റും പക്ഷേ ഞാനിത് 15, 15, 30 മിനിറ്റായി ഇപ്പോൾ. ചോറ് മാറ്റിയിട്ട് കുറച്ച് ഞാനിത് നിങ്ങളെ അടിയിട്ട് തരുന്നുണ്ട്. ചെമ്മീൻ്റെ കഷ്ണം കിട്ടിയില്ല എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഞാൻ പിടിക്കാം കേട്ടോ. ചേട്ടൻ ടേസ്റ്റ് ചെയ്യും. അപ്പം അത് ടേസ്റ്റ് നോക്കാൻ പോവാം കേട്ടോ. നല്ല ചൂടാണ്. അതിൽ ഞാൻ സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. സാലഡ് ഉണ്ടാക്കിയില്ല. ഇപ്പോൾ പുതിനയുടെയൊക്കെ നല്ല വാസന വരുന്നുണ്ട്. അടിപൊളി വാസന. ചൂടാറിയിട്ട് മതി, ഒന്ന് ചൂടാറിയിട്ട് മതി. അപ്പോൾ ചെമ്മീൻ റെഡി. ചെമ്മീൻ ബിരിയാണി റെഡി. നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറയാനിരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അരി പിന്നെ വറ്റിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ 2 കപ്പ് അരി എടുക്കുകയാണെങ്കിൽ 4 കപ്പ് വെള്ളം ഒഴിക്കണം. അപ്പോൾ അതിന് മുൻപ് നമ്മൾ ആദ്യം തന്നെ നെയ്യും വെളിച്ചെണ്ണയും കൂടിയിട്ട്, വെളിച്ചെണ്ണ അല്ലെങ്കിൽ എന്ത് ഓയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ നെയ്യ്, എന്ത് നെയ്യാണെങ്കിൽ അതും 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും 2 ടീസ്പൂൺ നെയ്യും ഒഴിക്കാം. ഒഴിച്ചിട്ട് നന്നായിട്ട് അത് മൂത്ത് വരുമ്പോൾ വേണം നമുക്ക് അരി ഇടാൻ. അരി ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് കുറച്ച് ഒരു 5 മിനിറ്റ് ഇളക്കി കഴിഞ്ഞിട്ട് വേണം നമ്മൾ 2 കപ്പാണെങ്കിൽ 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ട് വറ്റിക്കാം. ഞാൻ അങ്ങനെയല്ല ചെയ്തത്. ഞാനിത് ചോറിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചുള്ളൂ, നെയ്യ് ഒഴിച്ചില്ല. നെയ്യ് ഒഴിച്ചാൽ വെറുതെ പോവില്ലേ, വറുത്ത് വെള്ളം കളയുമല്ലേ, അതുകൊണ്ട്. അപ്പോൾ അതിൽ ഞാൻ തക്കോല ഇട്ടു, പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക അത്രയും ഇട്ടിട്ടാണ് അത് ചോറ് വേവിച്ചെടുത്തത്. ഉപ്പിടാൻ മറക്കരുത് കേട്ടോ, ഉപ്പ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇതിലേക്ക് ചോറിടുക. ചോറിട്ടിട്ട് ഇളക്കിയിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ സിമ്മിലിട്ട് വെക്കുക. ഞാനിത് ഈ ദോശക്കല്ലിലാണ് സിമ്മിട്ട് വെച്ചിട്ടുണ്ട്. നല്ല വെയിറ്റുള്ള ദോശക്കല്ലാണ്. അപ്പോൾ അതിലാണ് ഇട്ടത്. അതുകൊണ്ട് നല്ല ചൂടാണ്, പെട്ടെന്ന് ദമ്മിടാൻ പറ്റും. അപ്പോൾ അതിൽ ഞാൻ ദോശക്കല്ല് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ദോശക്കല്ല്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട്, ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റും കൂടി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ കേട്ടോ. തുറക്കാൻ പാടുള്ളൂ. അപ്പോൾ ചെമ്മീൻ റെഡി. ചെമ്മീൻ ബിരിയാണി റെഡി. ടേസ്റ്റ് നോക്കും. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. നോക്കിയില്ലേ, എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. അപ്പോഴേ അത് ശരിയാണെന്ന് അറിയുള്ളൂ, വെറുതെ പറഞ്ഞതല്ല. Okay, thank you. Thanks for watching my video.